Good afternoon, this is Renan Curtis. Good afternoon, everyone. My name is Lindsay Ajina. Revati Nair will be joining us later. What a joy it is to gather here today as we celebrate Christmas and welcome the new year together. Let's begin this evening with a warm round of applause for everyone who made this possible. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല കാലഘട്ടങ്ങളിലായി കോവൻട്രിയിലേക്ക് കുടിയേറി കോവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി അന്നും ഇന്നും എന്നും ഒരേ മനസ്സോടെ നമ്മൾ ഒത്തുചേരുന്നു എന്നുള്ളത് വളരെ അഭിമാനം അർഹിക്കുന്നു. അതിന് കാലാകാലങ്ങളായി നേതൃത്വം വഹിച്ചിട്ടുള്ള എല്ലാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ ബഹുമാനത്തോടെയും കൃതജ്ഞതയോടും കൂടെയും ഓർക്കുന്നു. As we stand here surrounded by laughter, warmth and love, let us take a moment to reflect on the true meaning of Christmas. Christmas is more than just lights, gifts and delicious feasts. Jesus Christ brought a message of love, hope and peace to the world, reminding us that light can shine even in the darkest of times. Just as the star guided the wise men to Bethlehem, the spirit of Christmas guides us to be better humans, spreading warmth and light wherever we go. And then there's Santa Claus, that jolly old man carrying his special message. Santa's message is simple. Kindness is magical. Tonight, we are here to feel the magic of Christmas, to share the joy and to warm our hearts with its love. Let's take this moment together and truly experience the beauty of the season. Are you ready? Yeah. Can I hear some more noise, please? Yes, Aishwarya, we are already ready. നമ്മുടെ കോവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ 2025 സെലിബ്രേഷന് നമ്മൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ജനുവരിയിലെ ആദ്യ ദിവസങ്ങളിൽ ഓരോ മനുഷ്യനും വീണ്ടും ജനിക്കുന്നു. ഓരോരുത്തർക്കും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. കഴിഞ്ഞുപോയ നല്ലതും ചീത്തയുമായ ദിനരാത്രങ്ങൾക്ക് വിട പറയുന്നു. പുതിയ ദിനം, പുതിയ വർഷം, പുതിയ തുടക്കം, അതിലേറെ പുതിയ പ്രതീക്ഷകൾ. ഈ 2025 CKC കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സായാഹ്ന സന്ധ്യയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Let me mention an important health and safety information before we start the program. Fire exit on both sides of the hall. There is 2 each. One on the other side and one from the back of the stage. So there is 5 fire exits altogether. Assembly point will be the car park to the right. And children's. So parents, please keep an eye on all the children's. Okay, so be safe and enjoy the program. Thank you. അടുത്തതായി ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി CKCയുടെ ഈ വർഷത്തെ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമുക്കേവർക്കും സുപരിചിതനായ നമ്മുടെ സ്വന്തം CKC പ്രസിഡന്റ് ശ്രീ ബിജു യോഹന്നാനെ വളരെ ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുത്ത് ബിജുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. With an experienced team ready to give you sound advice. ഏതൊരു അസോസിയേഷന്റെയും പ്രവർത്തനങ്ങൾക്ക് നെടും തൂണായി നിൽക്കുന്നത് അവിടുത്തെ കോർ കമ്മിറ്റി അംഗങ്ങളാണ്. നമ്മുടെ കോർ കമ്മിറ്റി അംഗങ്ങളായ സെക്രട്ടറി ജോൺസൺ, വൈസ് പ്രസിഡന്റ് ജോർജ്, ട്രഷറർ പോളച്ചൻ, ജോയിന്റ് ട്രഷറർ പോൾസൺ, ജോയിന്റ് സെക്രട്ടറി താജ് എന്നിവരെയും വളരെയധികം സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു വൃക്ഷത്തിന്റെ മനോഹാരിത അതിനെ കൂട്ടിയെടുക്കുന്ന ശിഖരങ്ങളാണ്. കോവൻട്രി
കൺട്രിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിതറിക്കിടക്കുന്ന നമ്മുടെ CKC അംഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് ഏരിയ കോർഡിനേറ്റേഴ്സ് അഥവാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ പ്രവർത്തനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആരുടെയും പേരെടുത്ത് വിളിക്കുന്നില്ല. ദയവ് ചെയ്ത് ഈ ഇവിടെയുള്ള എല്ലാ ഏരിയ കോർഡിനേറ്റേഴ്സും എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്ന ചാരിറ്റി കോർഡിനേറ്റർ, മീഡിയ കോർഡിനേറ്റർ, PRO എന്നിവരെയും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു ഉദ്ഘാടന ചടങ്ങിന്റെയും പ്രാധാന്യവും അതിന്റെ പൂർണ്ണത നൽകുന്നതും അതിന്റെ വിശിഷ്ട വ്യക്തി തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് വിശിഷ്ട വ്യക്തിയായിരിക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമായ മുഖമുള്ള നമ്മുടെ സെന്റ് ജോൺ ഫിഷർ ചർച്ചിന്റെ പാരിഷ് പ്രീസ്റ്റും സെന്റ് ജോസഫ് മിഷന്റെ മിഷൻ ഡയറക്ടറുമായ റവറൻ ഡോക്ടർ ഫാദർ സെബാസ്റ്റ്യൻ നാമറ്റത്തിലാണ്. അച്ഛനെ വളരെയധികം ബഹുമാനത്തോടും സ്നേഹത്തോടും വിനീതമായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവിക സാന്നിധ്യത്തോടെ തുടക്കമിടുന്നതിനായി പ്രാർത്ഥനാ ഗാനത്തിനായി ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മെൽവിൻ പോൾസൺ ആൻഡ് മെൽന പോൾസൺ. സാധിക്കുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥനാ ഗാനത്തിൽ പങ്കെടുക്കാം. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ അഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സദ്ബുദ്ധിയേകു ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ അഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. താങ്ക് യു മെൽവിൻ ആൻഡ് മെൽന. അടുത്തതായി വെൽക്കം സ്പീച്ചിനായിട്ട് ഞാൻ ജോൺസൺ യോഹനാനെ ക്ഷണിച്ചോളും. നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ നടക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അടങ്ങിയിരിക്കുന്ന കർത്തവ്യം. മുൻകാലങ്ങൾക്ക് വിഭിന്നമായി വളരെ വിപുലമായിട്ടാണ് ഈ വർഷവും നമ്മുടെ അസോസിയേഷൻ്റെ ക്രിസ്മസ് പുതുവത്സര പരിപാടികൾ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ബിജു യോഹന്നാൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരമാവധി സാധ്യമായതെല്ലാം കോവൻട്രി കേരള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്ത് നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ കാഴ്ച വെക്കുവാൻ ശ്രമിക്കുന്നത്. എന്നിൽ ഉത്തരവാദിത്തപ്പെട്ട കർത്തവ്യം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക. ഞാൻ ഇവിടെ നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് കോവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ബിജു യോഹന്നാനെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സെബാസ്റ്റ്യൻ അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ ആദരവോടുകൂടി തന്നെ ഞാൻ ഇവിടെ നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന മീറ്റിംഗിലേക്ക് കോവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികളായ ട്രഷറർ പോളച്ചൻ, വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി, ജോയിന്റ് സെക്രട്ടറി പോൾസൺ, ജോയിന്റ് ട്രഷറർ ചാച്ച്, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു കമ്മിറ്റി മെമ്പേഴ്സ്, ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, ഇവിടെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. മീഡിയ കോർഡിനേറ്റർ, PRO, ചാരിറ്റി കോർഡിനേറ്റർ, എല്ലാവരെയും
ഇവിടെ നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനിയും എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നിങ്ങളെയും ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടു കൂടി ഇന്ന് മീറ്റിംഗിലേക്ക്, ഈ ആഘോഷ രാവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രകാശം പരത്തി തുടക്കമിടുക എന്നുള്ളത് വലിയൊരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അടുത്തതായി തിരിതെളിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായി ഞങ്ങളെ കവൻട്രി കേരള കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ആദരണീയനായ ബിജു, മറ്റ് ഭാരവാഹികളെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഈ സമൂഹത്തിന് ഒരു സന്തോഷത്തിൻ്റെ ദിനം, ആഘോഷത്തിൻ്റെ ദിനം. ക്രിസ്മസ്, പുതുവർഷം, ഇവ രണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടുത്തടുത്ത് വന്ന് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങളാണ്. അതിനെ ഏറ്റവും മനോഹരമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്ന ഒരു ദിനമാണിന്ന്. ഈ ദിവസത്തിൻ്റെ നല്ല മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്മസിൻ്റെ സന്ദേശം ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഇവിടെ കേട്ടിട്ടുള്ളവരായിരിക്കും. ഈ വർഷവും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ക്രിസ്മസിനും നിങ്ങളിൽ പലരും എൻ്റെ ക്രിസ്മസ് സന്ദേശമൊക്കെ കേട്ടവരാണെന്നറിയാം. എങ്കിലും ക്രിസ്മസ് ഓരോ വർഷവും നമ്മിലേക്ക് കൊണ്ടുവരിക പ്രത്യേകമായ ചില മനോഭാവങ്ങളും സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ്. അത് കുട്ടിക്കാലം മുതലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള നന്മയുടെ ഒരു ഭാവമാണ്. ഉണ്ണീശോയെ കാണുക, നമ്മിലൊക്കെ നിലനിൽക്കുന്ന ഒരു ഉണ്ണി ഭാവം, ഒരു ശിശുവായിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് നമ്മയൊക്കെ കൊണ്ടുപോകുകയും അതിനെ നമ്മുടെ ഉള്ളിൽ താലോലിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം. ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് നമ്മൾ ഒരുമിച്ച് മലയാളികളായവർ ഇവിടെ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മിലുള്ള ആ സഹജഭാവത്തെ ഒക്കെ ഉണർത്താനും ഒരു പുതുക്കത്തിലേക്ക് നമുക്ക് വളരാനും കഴിയുക. അതുകൊണ്ടാണ് ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോൾ ഒരു പുതിയ വർഷത്തിൻ്റെ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജനനം വെറുതെ കടന്നു വന്ന് പോയ ഒന്നല്ല ലോകത്തിന് എന്നറിയാം. അത് ലോകത്തെ തന്നെ മാറ്റിമറിച്ചതാണ്. ക്രിസ്തുവിന് മുമ്പെന്നും ക്രിസ്തുവിന് ശേഷമെന്നും ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറാൻ അക്കാലത്തൊന്നും അത്ര അറിയപ്പെട്ട ഒരു വ്യക്തിയെ ആയിരുന്നില്ല ക്രിസ്തു. അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒത്തിരിയേറെ പേർ സാക്ഷികളുമായില്ല, ഏതാനും ചിലർ മാത്രം. അങ്ങനെ യാത്ര ചെയ്തവർ, സ്വപ്നങ്ങളുടെ നേരിൽ കടന്നുപോയവരുണ്ട്. സ്വപ്നങ്ങളുടെ വഴികളിലൂടെ കടന്നുപോയ യൗസേപ്പും കിട്ടിയ സന്ദേശത്തെ ഉള്ളിലൊതുക്കിയ മറിയവും അത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് അവയിൽ ജീവിച്ചു, അതിൻ്റെ വഴികളിലൂടെ നടന്നു. ഈ രണ്ടു പേരിൽ തുടങ്ങുന്നതാണ് ആദ്യത്തെ ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരമൊക്കെ ആയിരിക്കും. ഒത്തിരി സ്വപ്നങ്ങളുമായി ഈ നാട്ടിലേക്ക് കയറിയവർ വന്നിട്ട് ഇവിടത്തെ അനുഭവങ്ങൾ നമുക്ക് പലതും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഉണ്ടാകാം. ഒത്തിരി കാര്യങ്ങളെ ഹൃദയത്തിൽ ഇന്നും സംഗ്രഹിച്ചിരിക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ളവർക്കുണ്ട് ക്രിസ്മസ്. അതിനെ ക്രിസ്മസ് ആക്കി മാറ്റാൻ കഴിയണം. അത് ക്രിസ്തുവിനോടൊപ്പം ചരിക്കുക. ദൈവത്തിൻ്റെ പുത്രൻ, സമാധാനത്തിൻ്റെ രാജാവ്
സന്തോഷവും സമാധാനവും സ്നേഹവും തരുന്നവൻ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിലേക്ക് കണ്ടെത്താൻ കൂടെ യാത്ര ചെയ്ത കുറെ പേരുണ്ട്. പ്രകൃതിയോട് ചേർന്ന് നടന്നവർ, ഇടയന്മാർ, ആകാശത്ത് നോക്കി നക്ഷത്രങ്ങളെ കണ്ട് അതിൻ്റെ പാതയിലൂടെ വെളിച്ചത്തിലൂടെ നടന്നവർ. നമ്മളൊക്കെ പലപ്പോഴും നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രം എണ്ണാനല്ല, നക്ഷത്രത്തിൻ്റെ വെളിച്ചം കാണാൻ പഠിക്കുക എന്നതാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുക. ഉയരങ്ങളിലുള്ള വെളിച്ചം നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള വെളിച്ചത്തിലൂടെ നടക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ക്രിസ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ക്രിസ്മസ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ഇത് പുതുവർഷത്തിൻ്റെതാണ്. പുതിയ വർഷം പിറന്നിട്ട് ഏതാനും ദിവസമേ ആയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും എല്ലാ പുതുക്കലുകൾക്കും പഴമയെ വിട്ട് പുതിയതിലേക്കുള്ള ഒരു രൂപാന്തരീകരണം, ഒരു രൂപമാറ്റം, അതിനെയാണല്ലോ നമ്മൾ പുതിയത് എന്ന് പറയുക. ചില പഴയതുകൾ നമുക്ക് നല്ലതല്ലാത്തതിനോട് വിട പറയാൻ, ചില നന്മകൾ കൂടുതൽ ആർജിക്കാൻ, കൂടുതൽ നവീനമാക്കാൻ, മനോഹരമാക്കാൻ. ഇന്നിവിടെയൊക്കെ വന്നപ്പോൾ എല്ലാവരും ഒക്കെ നല്ല പുത്തനുടുപ്പും നല്ല മിനുങ്ങുന്ന നിറത്തോടു കൂടിയൊക്കെ നേതാക്കളും അല്ലാത്തവരും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒരു പുതുക്കവും നന്മയുമൊക്കെ ഹൃദയഭാവങ്ങളായി പകരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതാണ് നമുക്ക് ക്രിസ്മസും പുതുവർഷവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളത്. ജീവിതത്തിൽ നന്മയുടെ സ്വപ്നങ്ങൾ കാണാൻ, ചിലതൊക്കെ മറക്കാനും പൊറുക്കാനും, കൂടുതൽ നന്മയിലേക്ക് ഒരു പുതിയ ചൈതന്യത്തോടെ വളരാനും നമ്മുടെ ഈ ആഘോഷവും കൂടിച്ചേരലും നമ്മെ സഹായിക്കട്ടെ. ഈ നന്മയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ക്രിസ്മസിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പുതുജീവിതത്തിൻ്റെ പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്കേവർക്കും സന്തോഷവും സമാധാനവും പകരുന്നതാകട്ടെ. നിങ്ങളുടെ കഴിവുകളെ ഇവിടെ മാറ്റുരയ്ക്കുമ്പോൾ നിങ്ങളിലുള്ള കലയുടെയും നിങ്ങളുടെ കഴിവുകളെയും ഈ വേദിയിലൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവയൊക്കെ നന്മയുടെ മാർഗങ്ങളായി പരിണമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്നേഹത്തോടെ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. Who loves surprises of the year and who loves gifts? Kai boko elengi, just make some noise. Okay. Well, there's one very special person who makes all of this magic possible during Christmas. Can you guess who I'm talking about? Louder, please. Yes. Yes, you guessed it right. How could we ever forget the one person children across the world eagerly wait for? The one who fills our hearts with joy and gives us the true feeling of Christmas. This beloved figure embodies everything this season stands for: generosity, kindness, and pure magic. So tell me, how can we celebrate Christmas without welcoming the man of the season? He's everyone's favorite, the jolliest, most cheerful bringer of gifts and happiness. Are you ready to meet him? Are you ready? Let's give a huge and warm welcome to the one and only Santa Claus. Santa, the stage is yours to spread your joy and bless this wonderful celebration. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle
എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം സെബാസ്റ്റ്യൻ അച്ഛന് വളരെ നല്ലൊരു ക്രിസ്മസ് സന്ദേശം നമുക്ക് എല്ലാവർക്കും തന്നു. പ്രത്യേകം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരള കമ്മ്യൂണിറ്റിയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരാൻ വന്ന അച്ഛന് CKC കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും പ്രത്യേകം നന്ദി പറയുകയാണ്. താങ്ക് യു. I'd like to invite Mr. Biju Yohanan, CKC President, to give a small gift to Father Sebastian, please.